ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മിഷണറി രക്തസാക്ഷിയായ പോളികാർപ്പിനെക്കുറിച്ചാണ്. തന്നെ രാജാവ് തനിക്ക് ഉപദേശം നൽകി. നീ നിന്റെ രാജാവിനെ തള്ളിപ്പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന്. അപ്പോൾ താൻ പറഞ്ഞു, കഴിഞ്ഞ 56 വർഷം ഞാൻ അദ്ദേഹം സേവിക്കുന്നു, അവിടെ നിന്ന് എനിക്ക് ഇതുവരെ ദോഷം ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാൻ കഴിയും? അവിടെ നിന്ന് കുറേ ജനങ്ങൾ അത് കേട്ട് അതിശയിച്ചു പോയി. താനാണെങ്കിൽ യോഹന്നാൻ്റെ കൈയിൽ നിന്നാണ് താൻ വചനം പഠിച്ചത്. താൻ എങ്ങനെ വിശ്വസിക്കുന്നത് ചരിത്രരേഖകളിൽ അതിനുള്ള തെളിവില്ല. എന്നാൽ താനാണ് യേശുവിനെ നേരിട്ട് കണ്ട അവസാന കണ്ണി. യേശുവിനെ തൻ്റെ മുഖാമുഖം കണ്ട അവസാന കണ്ണി പോളികാർപ്പായിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾ മുഖാന്തരം തനിക്കൊരു വിവരം വന്നു. തൻ്റെ സൈന്യങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുക, നിനക്കൊരു ഭീഷണി മുഴുകിയിട്ടുണ്ട് എന്ന് തൻ്റെ സുഹൃത്തുക്കൾ മുഖാന്തരം താൻ അറിഞ്ഞു. അപ്പോൾ പോളികാർപ്പിൻ്റെ കാലഘട്ടങ്ങളിലായിരുന്നു ക്രിസ്ത്യാനികളുള്ള പീഡകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ പോളികാർപ്പ് താൻ വേറൊരു സ്ഥലത്തേക്ക് കുറച്ച് താമസം മാറി നിന്നു. അപ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടി പോളികാർപ്പിനെ തിരിച്ചറിഞ്ഞു. ഇത് പോളികാർപ്പാണല്ലോ. അപ്പോൾ അവൾ ചെന്ന് ഉടനെ പടയാളികളോട് പറഞ്ഞു, പോളികാർപ്പ് ഇന്നൊരു സ്ഥലത്ത് ഒളിച്ച് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പടയാളികൾ കുറേ പേർ വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയി രാജസ്ഥാനിൽ നിർത്തി. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ നിന്റെ രാജാവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവിതത്തെ തിരിച്ചു വരാമെന്ന്. അപ്പോൾ താൻ തള്ളിപ്പറയുക എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ തന്നെ വേറൊരു സംഭവം കൂടി നടന്നു. താനാണെങ്കിൽ ഗോൾമാനിക്കസ് എന്നൊരു വ്യക്തിയെ വന്യമൃഗങ്ങളുടെ നടുവിലിട്ട് കൊല്ലുന്നത് കണ്ട ഒത്തിരി ജനങ്ങൾ നമ്മുടെ ദൈവത്തെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. താൻ ദൈവത്തെ തള്ളിപ്പറയലെന്ന് ഉറച്ച തീരുമാനത്തോടെ നിന്നത് കണ്ട് പടയാളികളെല്ലാം സ്തംഭിച്ചു പോയി. അപ്പോൾ തന്നെ അഗ്നിക്കിരയാക്കാൻ കുറേ ജനങ്ങൾ ഉറക്കെ കുറേ നേരം ആഘോഷിച്ചു. അപ്പോൾ പടയാളികൾ തീ എത്തിക്കാൻ വേണ്ടി വിറകുകൾ കുറ്റിയിൽ ചേർത്ത് നിർത്തി ആണിയടിക്കാൻ തുടങ്ങിയപ്പോൾ പോളികാർപ്പ് പറഞ്ഞു, എന്നെ കുറ്റികൾ ചേർത്ത് ആണിയടിക്കേണ്ട, ഞാനിവിടെ ഇളകാതെ നിന്നോളാമെന്ന് താൻ പറഞ്ഞു. കുറ്റികൾ മരിക്കാൻ ദൈവം ധൈര്യം തന്ന ദൈവം കുറ്റിയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യം നൽകുമെന്ന് പോളികാർപ്പ് പടയാളികളോട് പറഞ്ഞു. തന്നെ അഗ്നി ആളിക്കത്തിയപ്പോൾ താൻ സ്തുതിഗാനങ്ങളും ദൈവത്തെ വചനങ്ങളും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ തൻ്റെ ഒരു തീജ്വാല പോലും തന്നെ ദഹിപ്പിക്കാൻ ഇടവന്നില്ല. താൻ സ്വർണം പോലെ പ്രകാശിച്ചിരുന്നു. അപ്പോൾ ഒരു പടയാളി കുന്തം കൊണ്ട് തൻ്റെ നെഞ്ചത്തേക്ക് ആഴ്ന്നിറക്കി രക്തം ചീറ്റി ഒഴുകി താൻ മരണമടിഞ്ഞു. അപ്പോൾ രക്തം ചീറ്റി ഒഴുകിയ സമയത്ത് അവിടുത്തെ നിന്ന് ആ കത്തി അഗ്നിയെല്ലാം അണഞ്ഞുപോയി. എന്നാൽ വീണ്ടും പടയാളി വിറകം കൂട്ടി അഗ്നി പിന്നെയും കത്തിച്ചു. താൻ അതിൽ ദഹിച്ചു ദൈവസ്ഥാനം ചേർക്കപ്പെട്ടു. നമ്മൾ എന്തോ ഭീഷണി എന്തോ മുഴങ്ങിയാലും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാതെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചും നമ്മുടെ ദൈവത്തെ രക്ഷാകർത്താവായി സ്വീകരിച്ച് ഉറച്ചു നിന്നോളം നമ്മൾ എന്തോ ഭീഷണി വന്നാൽ നമ്മൾ അനങ്ങരുത്.